சொல்றதுக்கு உங்க ஃபேமிலியை பார்க்கணும், எல்லாருமே பார்க்கணும். ரோடில் എല്ലാവരെയും பார்த்து தானே நீங்க போறது. തടിക്ക് വരുന്നുണ്ട്. ഏകദേശം സെൻട്രൽ ലൈനിൽ പിടിച്ചിട്ടാണ് വരുന്നത്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം. നമ്മള് മറക്കുക, ക്ഷമിക്കുക, ജീവിക്കുക. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു പുലരി കൂടി കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്ക് നമ്മളെ വിട്ടുപോയവരുണ്ടെങ്കിൽ, നമ്മളെ ഒഴിവാക്കി പോയവരുണ്ടെങ്കിൽ, അവഗണിച്ച് പോയവരുണ്ടെങ്കിൽ, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മളെ തീർത്തും ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഗുഡ്ബൈ പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിച്ചിട്ട് പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഈ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ സാറ് നമ്മളെ പനയമ്പാടത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ രീതി ശരിയല്ല. കാരണം സെൻട്രൽ ലൈൻ വരച്ചത് അപാകതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവിടെ നിലവിൽ വലതുവശത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് ഇടതുവശത്തേക്ക് ആക്കണം. പിന്നെ കുറച്ച് സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിക്കണം. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അപ്പോൾ മൂപ്പര് ശ്മശാനത്തിൽ ഇരുന്ന് തീ കായാണ്. ആ തീ കായുമ്പോൾ അവിടെ കുറേ യക്ഷികൾ വരികയുണ്ട്. യക്ഷികൾ പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾ? ചോര കുടിക്കുന്ന യക്ഷികൾ. ഈ യക്ഷികൾ വന്നിട്ട് പിന്നെ അപ്പോൾ നാരായണത്ത് ഭ്രാന്തന് ഒരു മാറ്റമല്ല, ഒരു ഭാവഭേദമല്ല, ഒരു പേടിയോ ഒന്നുമില്ല. അപ്പോൾ യക്ഷികൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താ ഇയാൾ ഇങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ച് ഇരിക്കേണ്ടതാണല്ലോ, എന്താ? എന്നിട്ട് ഒരു യക്ഷി എന്നിട്ട് ചോദിച്ചു, എന്താണ് ഞങ്ങളെ കണ്ട് പേടിക്കാത്തത്? അതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നെയും കുറേ യക്ഷി പേടിപ്പിക്കാൻ നോക്കി. നാവ് പുറത്തേക്ക് ഇട്ടിട്ടും പല്ല് കാണിച്ചിട്ടും അവരെ ശരിക്കുള്ള രൂപം കാണിച്ചിട്ടൊക്കെ പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ മൂപ്പർക്ക് ഒരു കുലുക്കമല്ല, ഒരു മാറ്റമില്ലാതെ മൂപ്പര് അങ്ങനെ തന്നെ ഇരിക്കുക. അവസാനം ഈ യക്ഷികൾക്ക് പിന്നെ ഭ്രാന്തായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പേടിക്കണമില്ല, ഞങ്ങൾ വെറുതെ പേടിപ്പിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത് ശ്മശാനത്തിൽ നിന്ന് നിങ്ങൾ പോകണം. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ പോവില്ല. ഞാൻ പോകണമെങ്കിൽ അയാളെ ഇടതുകാലിലൊരു മന്ത് ഉണ്ടായിരുന്നു. ഈ മന്ത് നിങ്ങൾ വലതു കാലത്തേക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, സമ്മതിച്ചു. അങ്ങനെ ഇവർക്ക് എന്തായാലും സ്വൈരവിഹാരം നടത്തണം. അപ്പോൾ അതിന് വേണ്ടി നാരായണത്ത് ഭ്രാന്തന് ആ ശ്മശാനത്തിൽ നിന്ന് പോവുക വേണം. അപ്പോൾ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. യക്ഷി ചാടിയും പിടിച്ചു. നോക്കുമ്പോൾ ഇയാൾ പോകാൻ കൂട്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും അനുഗ്രഹം തരാം, വരം തരാമെന്ന് പറഞ്ഞു. ശരി, പിന്നെ എന്ത് വരാണ് തരിക? നിങ്ങൾ ചോദിക്കണ എന്ത് ഞങ്ങൾ തരാമെന്ന്. അപ്പോൾ അന്നൊക്കെ ഈ യക്ഷികൾക്ക് വരം തരാനുള്ള ഒരു അനുഗ്രഹം കൂടി ഉണ്ട് കേട്ടോ, ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ശരി, എനിക്ക് മരിക്കാൻ പാടില്ല പറഞ്ഞു. അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എത്ര വർഷം ജീവിക്കും ചോദിച്ചു. അപ്പം ആ യക്ഷികൾ എത്ര വർഷം വരെ നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പറ്റണ പണി, ടാറ്റ ഡ്രൈവിങ്. അപ്പോൾ ശരി, ഞങ്ങൾക്ക് അതിന് അനുവാദമല്ലായിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എൻ്റെ ഇടത് കാലിലൊരു മന്തുണ്ട്, ആ മന്ത് നിങ്ങൾ വലത് കാലിലേക്ക് മാറ്റി തരാൻ പറ്റുമോ? ശരി, അത് മാറ്റിത്തരാറുണ്ട്. അങ്ങനെ മൂപ്പര് ഇടത് കാലിലുള്ള മന്ത് വലത് കാലിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് വിട്ടുപോയി എന്നാണ് അതിൻ്റെ കഥ. അപ്പോഴും യക്ഷികൾ അവിടെ പിന്നീട് വരാറുണ്ടായിരുന്നു. അവർ സ്വൈരവിഹാരം നടത്തുന്നുണ്ടായിരുന്നു. നാരായണത്ത് ഭ്രാന്തൻ അങ്ങനെ പോയി. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
അവിടെ ആ റോഡിൽ അരിച്ചാൽ 2 സൈഡിലും പണിയെടുത്തിട്ട് അതേപോലെ അവിടെ റോഡ് റീടാറിങ് ചെയ്യാതെ ഒരു പരിപാടി ചെയ്തിട്ടും ഒരു സ്പീഡ് ബ്രേക്കർ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. അത് കുറച്ച് ദിവസം അല്ല കുറച്ച് കാലം കുറച്ച് മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും അപകടങ്ങൾ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് പിന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോരോ മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവരാമെന്ന് മാത്രം. അല്ലാതെ ഇപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം വേറെ എന്ത് പറയട്ടെ, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ രീതികൾ തീരെ ശരിയല്ല. ഏതൊരു ആളുടെ ഡ്രൈവിങ്ങും ശരിയായ രീതിയിലല്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ ഒരു 2 ലോറിക്കാരെ കണ്ടിട്ട് ഇവിടെ 2 ലോറികൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആ നിൽക്കുന്ന ഡ്രൈവറെ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെയാണ് പോണത്, ഇതെന്താണ് ഇതിലേന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവിലാണ്. നമ്മുടെ മുക്കണ്ണത്ത് ഒരു അവില് മില്ലുണ്ട്, ആ അവില് മില്ലിക്കുള്ള ലോഡാണിത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അറിയോ, അത് ഒറീസ എന്നാണ് വരുന്നത്. അപ്പോൾ എത്ര ദിവസമായി ചോദിച്ചു. 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസമാണ് അവർ മണ്ണാർക്കാട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഫാമിലി എവിടെ, ഫാമിലി എല്ലാന്ന്. അപ്പോൾ അവർ പറഞ്ഞു പോയിട്ട് കാണണമെന്ന്, പോയിട്ട് വേണം ഇനി അവരെ കാണാമെന്ന്. അപ്പോൾ എന്താണല്ലേ ലോറിക്കാരുടെ അവസ്ഥ. അണ്ണാ ഉങ്ക പേരെന്നെ സരവണൻ. എന്താ ഊര്? ധർമ്മപുരി. അതെന്താ ഏരിയ? ஒசூர், சேலம் ஒசூர்ல. உங்க பேர் என்ன? உங்க பேர் சொல்லுங்க. நீங்க பேரை கேட்டு நீங்க என்ன பண்ண போறீங்க? உங்க பேர்? நீங்க குடும்பத்துக்கு வேண்டிதானே இவ்வளவு கஷ்டப்படுற. இந்த லோரி டிரைவர் மாதிரினா நம்ம கடவுள் பார்க்குற தொழுகிற மாதிரி நம்ம தொழுகலாம். நான் அப்படிப்பட்ட ஆளு தான். அப்படின்னா இதுதான், நீங்க போய் அந்த லோடு எடுத்து வந்து 3 நாளாச்சுன்னு சொல்றீங்க. சொல்றதுக்கு உங்க ஃபேமிலியை பார்க்கணும், எல்லாருமே பார்க்கணும். ரோடுல எல்லாரையும் பார்த்து தானே நீங்க போறது. அப்போ உங்களுக்கு ஒரு மதிப்பு வேணுமா? இப்போ நம்ம பனையப்பாடு ஆக்சிடென்ட் ஆகி 4 குழந்தைங்க இறந்து போடு, அதெல்லாம் நீங்க கேட்டிருக்கேன். அப்போ அதுக்காக தான் நம்ம லோரி டிரைவர் மாதிரினா நம்ம கடவுள் மாதிரி தான் பார்க்கணும். சில டிரைவர்மாருக்கு வந்து ஒரு இது இல்லை, ஒரு மரியாதை இல்லை ரோடில். அதெல்லாம் அதுக்காகலாம் வேண்டியது தான். இல்லை, டிரைவரை மதிக்கவே மாட்டான் கண்டிப்பாக, அது எனக்கு தெரியும். நானும் இந்த டிரைவர் வேலை தானே செஞ்சுட்டு இருக்கேன். அப்போது குடும்பத்துக்கெல்லாம் நீங்கள் போயிட்டு தான் பார்க்கணும், அவ்வளோதான். சரி, உங்களை 2 பேரையும் கடவுள் பார்க்கட்டும் எல்லாருமே.